എടുക്കേണ്ടി. ഓയോ നാട് കൊണ്ട് കൂടോ പിടക്കണായിട്ടോ ജീവൻ പോവാത്തത് പിടക്കണായിട്ടോ. അങ്ങനെ മീനൊക്കെ മേടിച്ചു കൊടുത്ത് നേരെ അങ്ങോട്ട് നന്നാക്കാനിരുന്നിട്ട്. അപ്പം ഇന്ന് നല്ല മുള്ളന കിട്ടിയിട്ടുള്ളത്, നല്ല സൂപ്പർ മുള്ളന കേട്ടോ, നല്ല നെയ്യൊക്കെ ഉള്ള മുള്ളനായിരുന്നു. അങ്ങനെ അതൊക്കെ വേഗം തന്നെ വെട്ടിയെടുക്കാൻ ഞാൻ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. എൻ്റെ കൂട്ടിനായിട്ട് കുറേ പൂച്ചക്കുട്ടന്മാരും ഉണ്ട് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മീനിൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ മീനൊക്കെ വെട്ടിയെടുത്ത് നേരെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് മെയിനായിട്ട് മേടിക്കുക. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മീനുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രഷിൽ കിട്ടും. മറ്റേതെന്ന് വെച്ചാൽ എന്തൊക്കെ ചേർത്ത് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ശിവേണ്ണാച്ചെങ്കിൽ അസുഖം വന്നതിന് ശേഷം ഇങ്ങനത്തെ മീനുകൾ തന്നെ പ്രത്യേകിച്ച് ഇവിടെ മേടിക്കാറുള്ളൂ. പിന്നെ ചിക്കനാണെങ്കിലും വല്ലപ്പോഴൊക്കെ മേടിക്കുള്ളൂ. അപ്പോൾ മീൻകറി അങ്ങോട്ട് സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അത് തിളച്ച് വന്നപ്പോൾ അമ്മമ്മ മീനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മീൻ വറക്കാനുള്ള അരപ്പിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാനും അമ്മമ്മയും കൂടി ഇരുന്ന് നന്നാക്കി അതിൻ്റെ മസാല പുരട്ടാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മീനൊക്കെ വരഞ്ഞെടുത്തിട്ട് കുറച്ച് മീൻ എടുത്തിട്ട് വറക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ വേഗം കായം പരട്ടി എന്താ വെച്ചാൽ മസാല പരട്ടി വെച്ചിട്ട് നേരെ വറക്കാനിട്ട്. അപ്പോൾ ഈ കായം പരട്ടുക എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഈ മസാല പരട്ടുന്നതിനാണ് ഈ കായം പരട്ടുക എന്ന് പറയുക, പൊതുവെ അങ്ങനെയാണ് പറയുക. അപ്പോൾ അത് ശീലിച്ചിട്ട് അങ്ങനെ വായിൽ വരുന്നതാണേ. അങ്ങനെ അതൊക്കെ വറക്കാനിട്ട് പിന്നെ കറിയൊക്കെ തിളച്ച് നല്ലപോലെ വെന്ത് വന്നപ്പോൾ ഞാനൊന്ന് പോയിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ ഈ വെയിൽ വന്നിട്ടുണ്ടെങ്കിലാണല്ലോ നമ്മളുടെ ഇവിടെ ഇങ്ങനെ മീനല്ല നമ്മളുടെ ഇവിടെ ഇങ്ങനെ മുളകൊക്കെ ഉണക്കാനിടുക. അപ്പോൾ വാർപ്പിൻ്റെ മേലൊക്കെ നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുളകൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. പിന്നെ അയക്ക് മൊത്തം ഡ്രസ്സുകളായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വെയിൽ കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ വിടില്ലല്ലോ. ഒരു സ്ഥലം പോലും ഇഞ്ച് പോലും സ്ഥലമില്ലാണ്ട് മൊത്തത്തിൽ നിറച്ചിട്ടിട്ടുണ്ടേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി വറവിടാളെ പരിപാടി നോക്കി. അപ്പോൾ ഓമക്കായും പയറുമാണ് ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ അങ്ങനത്തെ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയായിട്ട് ഉണ്ടാക്കുക. പുറത്തുനിന്ന് പച്ചക്കറിയൊക്കെ മേടിക്കൽ ഈ സബോള തക്കാളി അങ്ങനത്തെ ഐറ്റംസ് മാത്രമായിട്ട് മേടിക്കുള്ളൂ. ബാക്കി ഈ ഉപ്പേരിയുടെ ഐറ്റംസൊക്കെ ഇങ്ങനെ ശിവേട്ടന് ഇങ്ങനത്തെ അസുഖം വന്നതിൻ്റെ ശേഷം ഈ ഓമക്കായയുടെ ഐറ്റംസൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആൾക്ക് ഈ അങ്ങനത്തെ ഇഷ്ടമാണേനും അപ്പോൾ അതും സെറ്റാക്കി പിന്നെ ഒരു എന്താണ് കുക്കുംബറും ഒക്കെ അരിഞ്ഞിട്ടൊരു സലാഡ് സെറ്റാക്കിയിട്ടാണ്. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ അടുക്കള മൊത്തത്തിലൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് സിങ്കും എല്ലാതും ഒന്ന് അടക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാം അടക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കും. അങ്ങനെ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് അടുക്കളയൊക്കെ ഒന്ന് ഇങ്ങനെ നീറ്റായി കിടക്കുന്ന കാണുമ്പോഴൊരു ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൊത്തത്തിലൊക്കെ വൃത്തിയാക്കിയിട്ടതിന് ശേഷം എല്ലാ ഫുഡൊക്കെ മേശപ്പുറത്തേക്ക് ഒതുക്കി വെച്ചിട്ട് അപ്പോൾ പിന്നെ ആദ്യക്കാഴ്ച ഭക്ഷണം വിശക്കുമ്പോൾ വന്നെടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ മൂടി വെച്ചിട്ട് നേരെ പിന്നെ ഇഷാന് ഫുഡ് കൊടുക്കുന്ന പരിപാടിയായിട്ട്. പിന്നെ ഫുഡ് കൊടുക്കാതിരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പലതരം വേഷം കെട്ടലും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇന്ന് കുഞ്ഞിക്കുരുട്ടെ പൊന്നുട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളി ഉണ്ടല്ലോ. അപ്പോൾ ഒരു കുഞ്ഞിക്കുരു ഇട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇന്ന് ആ കളിയൊക്കെ കളിച്ചിട്ടാണ് ആളെ കൊണ്ട് ഒന്ന് ഫുഡ് കഴിപ്പിച്ചിട്ടുള്ളത്. ആദ്യമൊക്കെ ഫോണിൽ തന്നെ നോക്കിയിരുന്നിട്ടേ ഫുഡ് കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.